ഇങ്ങനെ പോയിട്ടന്നെ ഇല്ലപ്പാ വേടി പോയിട്ടാ കേറാ ഇരിക്ക് രണ്ട് നേരില്ല. എന്നാപ്പാ ചോറും കറിയെല്ലാം ഒപ്പനം വെച്ചിട്ടുണ്ടാവില്ലേ? പിന്നെന്നാ ചോറും കറിയെല്ലാം അപ്പുറം വെച്ചിന്. പിന്നെ ഇനി പണി വൈകുന്നേരം ആകുമ്പോഴേക്ക് അടിച്ച് വരണം, കുളിക്കണം. എന്നാലും പണി തന്നെയാണ്. ചായ വെക്കണോ, അതിനെന്തെങ്കിലും ചെറിയൊരു കടിയാക്കണോ, എന്തെങ്കിലും ആക്കണ്ടേ? ചോറും കറി ഒപ്പരം വെച്ചിനാ? ചോറും കറി ഒപ്പനം വെച്ചു. അതെയാ? ഇന്നാണ് എവിടെയും പോവാൻ കഴിഞ്ഞ പോലെ പേടി പോകാനെങ്കില്ല. എന്റെ മോള് വരുന്നുണ്ടാവും. ഇവിടെ നേരത്തെ കാലത്തെ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ ആ വർത്താനം വരെ നേരം ഉണ്ടാവുക. വന്നപാട് പോവാൻ വേണം പോലും. അതെയാ? പിന്നെ അന്നാണ് അങ്ങനെ വെറുതെ അല്ല പാടെ, വീട്ടിലാരും ഇല്ലല്ലോ. കല്യാണത്തിന് വരുന്നതാണ്. അന്നേരം വരുമ്പോ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു. അതന്നെ ആ ഒരു കുളിയും പോലെ. അന്നേരം പിന്നെ കുളിക്കാൻ സമയം ഉണ്ടല്ലോ. രണ്ട് വർത്താനം വരെ പോകാനും ആയില്ലേ. പിള്ളേരിൽ ഇപ്പം വന്നാലും പിന്നെ നീ ഇവിടെ ഇരിക്കും. ഞാൻ പിന്നെ പിന്നീട് പോകുന്നില്ല. ഇതിന്റെ രസം നോക്കിയാട്ടെ. ഇതെന്നാണ്? ഇത് പിള്ളേര് വരുന്നോണ്ട് ഞാൻ ആക്കിയതാണ്. അതെയാ? നോക്കറാ നോക്കറാ കാണുമ്പോ രസമുള്ള പോലെ ഇന്നുണ്ട്. അതെയാ? തിന്നൊന്നും വേണ്ട. ഇതെല്ലാം ആരാ ആക്കുന്നപ്പാ? ഇങ്ങനെ മനക്കേടാണ്. നല്ല മണം. നോക്കി മധുരലുണ്ടാ? നല്ല മധുരമുണ്ട്. അതെയാ? ഏലക്കായ നല്ല ഉൾട്ടിനല്ലേ? ഇപ്പൊ ആരെങ്കിലും ആക്കുന്നുണ്ടാ? ഒരലുമില്ല, ഒലക്കൂല. ഇതെല്ലാം മിക്സിന്ന് കുടിച്ചിട്ടാണ് ആക്കിയത്. എന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും മോക്ക് വേണ്ടിട്ട് ആക്കിനു. പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് ആക്കിയിട്ടാണ് ഉറപ്പ് ഇതാവാൻ വേണ്ടിട്ട്. ഇതിപ്പോ നല്ല ഉറപ്പുണ്ട് കേട്ടാ. നല്ല ഉറപ്പായി നോക്കാം. നല്ല ഇത് മതി ഒന്ന് തിന്നാല്. അപ്പൊ പിള്ളേർ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇത് നോക്കറ അത്ര വേഗം ആക്കി പിടിച്ച് തിന്നല്ലോ. അനക്കങ്ങനെയാണ് എന്തെങ്കിലും ആക്കിയാൽ ഒറ്റകൂടി ക്ഷമ ഉണ്ടാവില്ല. പിള്ളേർ പറഞ്ഞ് നമ്മളെ ചിന്തിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, നമ്മളെല്ലാം തിന്നുന്നുണ്ട്, ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. അവര് വരുമ്പോ നമുക്കൊരു സന്തോഷല്ലേ? അതാണ്. അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഇപ്പൊ നമ്മളെന്തെങ്കിലും ഒന്ന് ആക്കി നമുക്ക് പിള്ളേരെന്താ അങ്ങനെ ഒരു എന്തോ പോലെ ഇല്ലേ മനസ്സില്. അവരോട് പറയുമ്പോ പറയാ നിങ്ങൾ എന്തിനാന്ന് നമ്മള് ചിരിക്കുന്നത്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറയും. പക്ഷെ ഇപ്പൊ എത്രയായി, കൊറേ ആയി പിള്ളേരൊന്നും വരാതെ. പിന്നെ പെണ്ണ് രണ്ട് ആൺപിള്ളേരല്ലേ, അവര് സ്കൂളിൽ പോകുന്നല്ലേ. പെൺപിള്ളേർ അങ്ങനെ ഇരിക്കും, മിറ്റി അടിക്കാനെല്ലാം ഉണ്ടാവും, എന്നൊക്കെ സഹായിക്കേ. അങ്ങനെയൊന്നും വരാൻ സമയം ഉണ്ടാവില്ല. എന്നിട്ട് ഇന്ന് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് സന്തോഷമായി എനിക്ക്. വന്ന് അവയും പോവുകയും ചെയ്യും. ഇപ്പൊ എനക്ക് എന്തോ വലിയുണ്ടേ. പണ്ടെല്ലാം പെൺപിള്ളേരായിട്ട് ഞാൻ വിചാരിക്കും ശരി ഒരാൾക്ക് പെൺപിള്ളേരായിട്ട് ജനിക്കരുത്. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇതായെന്ന് വെച്ചാല് ജനിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്ക് പണവും കോപ്പും വേണം. അന്നത്തെ കാലം പെണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം തന്നെയാണ്. ഒരു വിഷമമില്ല. ഇന്ന് പെണ്ണാങ്ങ് സന്തോഷായി. കിടന്നുറങ്ങാതെ ദിവസങ്ങള് ഞാനല്ല അത്ര ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ആർക്കും ആണിനെ പെണ്ണ് കിട്ടാണ്ടിരിക്കുമ്പോ ഞാൻ സ്വർണവും വേണ്ട, കോപ്പും വേണ്ട, ഒന്നും വേണ്ട. ഒരു പെണ്ണുണ്ടായാല് പെണ്ണുണ്ടെങ്കിൽ തന്നെ സ്വർണ്ണം നമ്മള് കൊടുക്കാന്നായിന്ന് പറയുന്നു. അന്നത്തെ വിഷമം എന്നാണ് സ്വർണ്ണം ഉണ്ടാ, പൈസ ഉണ്ടാ, കോപ്പുണ്ടാ, എന്തെങ്കിലേ ആ പെണ്ണിനെ കഴിക്കാൻ വലിയ വേണ്ട. ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്റെ മക്കൾക്കും എല്ലാം മക്കളായി എന്നുള്ളത്. ഇതന്നെ വേഗം ഓടി വരുമ്പോ പിള്ളേരൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിച്ചു വരലോ തുടക്കലോ വഴുകലോ എല്ലാം അന്ന് എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാവും പെണ്ണിന്. ഇപ്പം പെണ്ണിനെ കിട്ടാണ്ടായില്ലേ ആണുങ്ങൾക്ക്? കുറ്റം പറഞ്ഞല്ലേ പോവാ? അയ്യോ ഓക്ക് 3 പെൺപിള്ളേരാണ്. ഒരാണില്ലായിട്ട് അത് വേണ്ട, ഒരാണുണ്ടെങ്കിൽ നമുക്ക് ആണിലെടുക്ക പോവാ, അങ്ങനല്ലേ പറയാ. ഇനിയിപ്പം പെണ്ണ് കിട്ടാതെ ബുദ്ധിമുട്ടായി എല്ലാരിക്കും. അങ്ങനെ തലക്കത് പെണ്ണ് കാണാൻ വണ്ടി വരുമ്പോ അന്നെല്ലാം വണ്ടി ഇല്ല, ഇപ്പല്ലേ വണ്ടിയെല്ലാം എടുത്തിട്ട് വരുന്നത്. നടന്നിട്ട് ബസ്സിന് പറ്റി നമുക്ക് നടന്നിട്ടല്ലേ വരുവാ. എവിടെയാ പോകുന്നത്? എന്റെ അന്തന്റെ വീട്ടില് പെണ്ണ് 3 പെണ്ണിന്റെ അടുക്ക 3 പെണ്ണാണ്. 3 പെണ്ണിന്റെ അടുക്കാവുന്ന അപ്പ ആട അവർ വിചാരിച്ചോ ഇതെന്തോ ഇതുണ്ടാവും അപ്പാടതങ്ങ്. അപ്പൊ അവര് വരിക നമുക്കൊരാണിലെടുക്ക പോവാ, ആണും വേണം, ആണുള്ള എടുക്കാം. അങ്ങനെയാണ് പണ്ടത്തെ കാലം. അന്നെല്ലാം സ്വർണം കൊടുക്കണല്ലോ. അപ്പൊ പിന്നെ തായല് പെണ്ണാകുമ്പോ സ്വർണം കൊടുക്കണ്ടേ അവർക്ക്. 3 പെണ്ണിലെടുക്ക പോയാല് ഒരുത്തം കഴിച്ചാ പിന്നെ 2 കല്യാണം കഴിക്കുമ്പോ ഇവൻ കൊടുക്കണ്ടേ സ്വർണം? വേറെ ആണുണ്ട് അതിന്റെ അകത്ത്. അതെല്ലാം അവര് കണ്ടുപിടിക്കുക. അന്നത്തെ തൊണ്ടിമാരിൽ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. ഇന്നിപ്പോ ആർക്കും ഒരു ഇതുമില്ല. ഏത് പെണ്ണായാലും വേണ്ടിയില്ല അവര് എന്റെ മോനൊരു പെണ്ണിനെ കിട്ടണം എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ഇന്നത്തെ ഉള്ളൂ, പണ്ടത്തെ പോലെയല്ല. അതന്നെയാന്ന് പറഞ്ഞത്. ഞാനല്ല ഉണ്ടി ഇടിച്ച് കൊണ്ടുപോയതിന് കണക്കും വരിയില്ല. എന്നുവെച്ചാ 3 ആക്കും വേണ്ടേ, ഒരാൾക്ക് മാത്രമൊന്നല്ലല്ലോ. ഒരാൾക്ക് കൊടുത്തേക്കുമ്പോ പറഞ്ഞ അനക്കില്ലേന്ന്. അപ്പൊ 3 ആക്കും കൂടിയിട്ട് ഓരോരു വീതാക്കിയിട്ടാണ് എടുത്തു വെക്കുക.
മൂന്നാക്കും കൊണ്ട് പോണ്ടേ? മൂന്നാൾക്ക് കൊണ്ടുപോകണം. മൂന്നാളോട് വരാൻ പറയില്ലേ, പോകാൻ പാണെങ്കിൽ 3 വീട്ടിലേക്ക് വീട്ടിലത് എടുത്തു വെച്ചിട്ടാണ് ഒരാൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വരിക. ഇല്ലേ പിന്നെ 2 ആൾ അങ്ങനെ ഇതാക്കിയിട്ട്. അങ്ങനെ ഞാൻ ഒന്നും ആക്കാണ്ട് പോവുകയില്ല, വാങ്ങലില്ല. എനിക്ക് ഒരാൾക്കല്ലേ വാങ്ങാത്തേ, 3 ആൾക്ക് കൊണ്ടുപോകണം. എന്റെ കാര്യം നീ ആലോചിച്ച് നോക്കിയാ. ഒരാൾക്കാക്കുമ്പോ മറ്റോക്കും കൊടുക്കണ്ടേന്ന് വിഷമായില്ലേ നമുക്ക് മനസ്സിൽ. പക്ഷെ അന്ന് ഇത്ര കഷ്ടപ്പാടില്ല, ഇന്നാണ് കഷ്ടപ്പാട്. കഷ്ടപ്പാട്. ഇന്നൊരു സാധനം വാങ്ങാനിക്ക് പൈസ എത്ര വേണം? അന്നേ 100 ഉറുപ്പ്യം കൊണ്ടുപോയ ബെല്ലുമായി വെളിച്ചെണ്ണയായി പിന്നെ തേങ്ങയും മേടിക്കാം. അന്ന് തേങ്ങ മേടിക്കണ്ടേ, ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങണം. ഇനിയിപ്പോ എല്ലാരും കൈ മുറിച്ചിട്ടല്ലേ റബ്ബർ ഉടച്ചിന്. ഞാനിപ്പോ പീടിയെന്ന് 2 തേങ്ങ വാങ്ങിച്ചാ വന്നേ. അല്ല തേങ്ങയില്ല, വീടും വളപ്പും തേച്ചും പരിധിയില്ല. മതി പീടിയെ പോയിട്ട് അവൻ 2 തേങ്ങ മേടിക്കാം. പീടിയെന്ന് 2 തേങ്ങയും മേടിച്ചിട്ട് ഇതാക്കി തൈ തേച്ചും വെച്ചിട്ട് മുറിച്ച് കളഞ്ഞിട്ടല്ലേ റബ്ബർ വെച്ചിന്. ഇപ്പൊ റബ്ബറും ഇല്ല തയ്യും ഇല്ല. അന്നത്തെ കാലം എന്നാ പറയേണ്ടത്, എന്താ പറഞ്ഞു നേരായി. പിന്നെ ഞാൻ തിന്നോണ്ട് പോവാന്നേ. എന്നാ പിന്നെ എല്ലാവരും എൻ്റെ അരിയുണ്ടക്ക് പിന്നെ എന്താന്ന് വെച്ചാല് കമന്റ് ഇടണം, ലൈക്ക് ഇടണം. നല്ലതാണെന്ന് എല്ലാവരും കണ്ട് കമന്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാം അത്രയും പറയാൻ അറിയില്ല. അറിയില്ല. പറഞ്ഞ് ഇങ്ങനെ നാം വളഞ്ഞു വന്നു തുടങ്ങി കുറച്ച് അതുകൊണ്ട് അറിയില്ല. പിന്നെ